എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 4-ബിറ്റ് SIPO അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും നിങ്ങൾ പഠിക്കും. ഈ വീഡിയോയുടെ അവസാനം IC74LS95 ഉപയോഗിച്ച് 4-ബിറ്റ് SIPO സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റും അതിൻ്റെ യൂസർ മാനുവലും ഡാറ്റ ഷീറ്റിനൊപ്പം IC74LS95, മെയിൽ ടു മെയിൽ ജമ്പർ വയർ, മാഗ്നിഫയിങ് ലെൻസ്, ഷിഫ്റ്റ് രജിസ്റ്ററുകളിലെ SIPO അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. SIPO എന്നത് സീരിയൽ ഇൻ പാരലൽ ഔട്ട്പുട്ട് എന്നാണ്. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഒരു തരം ഷിഫ്റ്റ് രജിസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. ഒരു SIPO ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഡാറ്റ സീരിയലായി ഇൻപുട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സമയം ഒരു ബിറ്റ്, തുടർന്ന് എല്ലാ ബിറ്റുകളും ഒരേ സമയം പാരലലായി പുറത്തേക്ക് വരുന്നു. സീരിയൽ ഇൻ ഡാറ്റ ഒരു സീരിയൽ ഫാഷനിൽ ബിറ്റായി നൽകിയതായി ഇത് സൂചിപ്പിക്കുന്നു. സാധാരണയായി ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ബിറ്റും തുടർച്ചയായി നൽകപ്പെടുന്നു. പാരലൽ ഔട്ട് പാരലലായി ഒന്നിലധികം ഔട്ട്പുട്ടുകളിൽ ഡാറ്റ ഒരേ സമയം ലഭ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സീരിയൽ ഡാറ്റ ഉദാഹരണം ബൈനറി സീക്വൻസ് 1010 സീരിയൽ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നു. ഓരോ ക്ലോക്ക് പൾസിലും സീരിയൽ ഡാറ്റ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് D0യിലേക്കും രണ്ടാമത്തെ D1ലേക്കും മാറ്റുന്നു. 4 ക്ലോക്ക് പൾസുകൾക്ക് ശേഷം മുഴുവൻ സീരിയൽ ഡാറ്റയും 1010 ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. പാരലൽ ഔട്ട്പുട്ടുകൾ Q0, Q1, Q2, Q3 ഷിഫ്റ്റിംഗ് പ്രക്രിയയ്ക്ക് ശേഷമുള്ള ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ഈ ഉദാഹരണത്തിൽ ക്ലോക്ക് പൾസുകൾ സീരിയൽ ഡാറ്റയുടെ ഷിഫ്റ്റിംഗ് ട്രിഗർ ചെയ്യുന്നു. കൂടാതെ 4 ക്ലോക്ക് പൾസുകൾക്ക് ശേഷം പാരലൽ ഔട്ട്പുട്ട് ബൈനറി സീക്വൻസ് 1010 പ്രതിനിധീകരിക്കുന്നു. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും സീരിയൽ ഡാറ്റയുടെ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യുന്നു. ലഭ്യമായ 14-പിൻ ഡുവൽ ഇൻലൈൻ പാക്കേജ് IC74LS95 കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പാരലൽ ലോഡ് ശേഷിയുള്ള 4-ബിറ്റ് പാരലൽ ആക്സ് ഷിഫ്റ്റ് രജിസ്റ്ററാണ് IC74LS95. IC74LS95 പിൻ 7, 14 എന്നിവ ഗ്രൗണ്ട്, നെഗറ്റീവ്, +5 വോൾട്ട് പവർ സപ്ലൈ എന്നിവയ്ക്കായി അനുവദിച്ചിരിക്കുന്നു. പിൻ 1 എന്നത് സീരിയൽ ഡാറ്റ ഇൻപുട്ടാണ്. പിന്നുകൾ 2, 3, 4, 5 എന്നിവ യഥാക്രമം 4-ബിറ്റ് സമാന്തര ഇൻപുട്ടുകളായ A, B, C, D ആണ്. പിൻ 13, 12, 11, 10 എന്നിവ യഥാക്രമം 4-ബിറ്റ് പാരലൽ ഔട്ട്പുട്ടുകളായ QA, QB, QC, QD ആണ്. പിൻ 6 മോഡ് സെലക്ടർ ആണ്. ലോജിക് ഇൻപുട്ടുകളിൽ മോഡ് കൺട്രോൾ ഇൻപുട്ടിനൊപ്പം A=B=C=D=0, ഫലം QA, QB, QC, QD എന്നിവ 0, 0, 0, 0ന് തുല്യമാണ്. പിന്നുകൾ 8ഉം 9ഉം ഇടത്, വലത് ഷിഫ്റ്റുകൾക്ക് ഉള്ളതാണ്. പാരലൽ ആയി 4-ബിറ്റ് സീരിയലിൻ്റെ നിർമ്മാണവും പരിശോധനയും. എല്ലാ കോമ്പോണൻറ്റുകളും ശേഖരിക്കുക. അവ പരിശോധിച്ച് സർക്യൂട്ട് ഒരു സീരിയൽ ഇൻ, പാരലൽ ഔട്ട് അല്ലെങ്കിൽ SIPO ഷിഫ്റ്റ് രജിസ്റ്ററുമായി കൂട്ടിച്ചേർക്കുക. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് ICയുടെ മുകളിൽ അച്ചടിച്ച IC74LS95 തിരിച്ചറിയുക. ICയുടെ പിൻ നമ്പർ 1 തിരിച്ചറിഞ്ഞ് അത് ശരിയായ സ്ഥാനത്ത് വയ്ക്കുക.
ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിലേക്ക് ICയുടെ പിന്നുകളുടെ 2 ലൈനുകളും ഇൻസേർട്ട് ചെയ്യുക. ജമ്പർ വയറുകൾ ഉപയോഗിച്ച് പിൻ 7നെ ഗ്രൗണ്ടിലേക്കും പിൻ 14നെ +5 വോൾട്ട് സപ്ലൈയിലേക്കും കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് പിൻ നമ്പർ 9നെ കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ QA, QB, QC, QD എന്നിങ്ങനെ ഔട്ട്പുട്ട് LEDകൾ തിരിച്ചറിയുക. ഔട്ട്പുട്ട് LED QAയിലേക്ക് പിൻ 13നെ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് LED QBയിലേക്ക് പിൻ 12നെ കണക്ട് ചെയ്യുക. പിൻ 11നെ ഔട്ട്പുട്ട് LED QCയിലേക്ക് കണക്ട് ചെയ്യുക. ട്രെയിനർ കിറ്റിലെ ഔട്ട്പുട്ട് LEDയിലേക്ക് പിൻ 10 കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചിലേക്ക് മോഡ് സെലക്ടർ പിൻ 6നെ കണക്ട് ചെയ്യുക. A, B, C, D എന്നീ ടോഗിൾ സ്വിച്ചുകളിലേക്ക് പിന്നുകൾ 2, 3, 4, 5 എന്നിവ കണക്ട് ചെയ്യുക. സീരിയൽ ഇൻപുട്ടിനായി ഇൻപുട്ട് ടോഗിൾ സ്വിച്ചിലേക്ക് പിൻ 1നെ കണക്ട് ചെയ്യുക. പവർ സപ്ലൈ ഓൺ ചെയ്യുക. മോഡ് കൺട്രോൾ ഇൻപുട്ടിലേക്ക് ലോജിക് 1 പ്രയോഗിച്ച് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് പാരലൽ ഔട്ട്പുട്ട് ലോജിക് ലെവലുകൾ QA, QB, QC, QD രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ 0, 0, 0, 0 ആയിരിക്കണം. മോഡ് കൺട്രോൾ ഇൻപുട്ടിലേക്ക് ലോജിക് 0 സജ്ജീകരിക്കുക. സീരിയൽ ഇൻപുട്ടിലേക്ക് ലോജിക് 1 സജ്ജമാക്കുക. ക്ലോക്ക് ഇൻപുട്ടിലേക്ക് ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് QA, QB, QC, QD എന്നീ ഔട്ട്പുട്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന LEDകൾ നിരീക്ഷിക്കുക. സീരിയൽ ഇൻപുട്ട് 1, ക്ലോക്ക് പൾസ് 1, ഔട്ട്പുട്ട് 1, 0, 0, 0. സീരിയൽ ഇൻപുട്ട് 1, ക്ലോക്ക് പൾസ് 2, ഔട്ട്പുട്ട് 1, 1, 0, 0. സീരിയൽ ഇൻപുട്ട് 1, ക്ലോക്ക് പൾസ് 3, ഔട്ട്പുട്ട് 1, 1, 1, 0. സീരിയൽ ഇൻപുട്ട് 1, ക്ലോക്ക് പൾസ് 4, ഔട്ട്പുട്ട് 1, 1, 1, 1. ഇപ്പോൾ ലോജിക് 0ന് സീരിയൽ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത് ക്ലോക്ക് ഇൻപുട്ടിലേക്ക് ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് QA, QB, QC, QD എന്നീ ഔട്ട്പുട്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന LEDകൾ നിരീക്ഷിക്കുക. സീരിയൽ ഇൻപുട്ട് 0, ക്ലോക്ക് പൾസ് 1, ഔട്ട്പുട്ട് 0, 1, 1, 1. സീരിയൽ ഇൻപുട്ട് 0, ക്ലോക്ക് പൾസ് 2, ഔട്ട്പുട്ട് 0, 0, 1, 1. സീരിയൽ ഇൻപുട്ട് 0, ക്ലോക്ക് പൾസ് 3, ഔട്ട്പുട്ട് 0, 0, 0, 1. സീരിയൽ ഇൻപുട്ട് 0, ക്ലോക്ക് പൾസ് 4, ഔട്ട്പുട്ട് 0, 0, 0, 0. അങ്ങനെ ഞങ്ങൾ IC74LS95 ഉപയോഗിച്ച് 4-ബിറ്റ് SIPO രജിസ്റ്റർ നിർമ്മിച്ചു, ടെസ്റ്റ് ചെയ്തു, ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിച്ചു. IC74LS95 ഉപയോഗിച്ച് 4-ബിറ്റ് SIPO രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 ബിറ്റ് SIPO അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ള സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.